നമസ്കാരം. ഇന്ന് നമ്മുടെ ദുർഗാഷ്ടമിക്ക് അടുത്ത് വരില്ലേ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കഥയെ ഞാൻ ദുർഗാഷ്ടമിയെ കുറിച്ചിട്ടാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഓരോ ദിവസവും നമ്മൾ നവരാത്രി എന്ന് പറയുക, നവരാത്രിക്ക് 9 രാത്രികളാണ്. 9 രാത്രിക്കും ഓരോ ദേവതകളെയാണ് പൂജിക്കുന്നത്. അവസാനം മാത്രമാണ് നമ്മൾ സരസ്വതി ദേവിയെ പൂജിക്കുന്നത്, ദശമിയുടെ അന്ന്. എല്ലാ ദിവസവും അഷ്ടമി, ഈ അഷ്ടമിയാണ് ദുർഗാഷ്ടമിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ ദുർഗാഷ്ടമിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതാർക്കും അറിയുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് നിങ്ങൾ ഈ സിനിമകളിലൊക്കെ കണ്ടു കാണും. ഈ അഷ്ടമിക്ക് ഇന്നേക്ക് ദുർഗാഷ്ടമി എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഡയലോഗുകൾ കാണാം. അപ്പോൾ ഈ ഡയലോഗുകൾ സത്യമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ അത് സത്യമാണ്. ഈ ദുർഗാഷ്ടമിക്കാണ് ഈ യക്ഷികളെല്ലാം പുറത്തിറങ്ങുന്ന ഒരു ദിവസം, വർഷത്തിലൊരു ദിവസമാണ്. അപ്പോൾ ഈ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് നമുക്ക് കഠിനമായിട്ടുള്ള ശത്രുദോഷമല്ല, കഠിനമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതും പ്രത്യേകിച്ച് ധൈര്യം, നല്ല ധൈര്യവും വേണം. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ശരിക്കും ഉപയോഗിക്കാൻ സാധിക്കും. ഈ ദുർഗാഷ്ടമി അധികം ഈ യക്ഷി പ്രതിഷ്ഠകളുള്ള ചില ക്ഷേത്രങ്ങളുണ്ടാവും. യക്ഷിണി അല്ലെങ്കിൽ യക്ഷിയമ്മ എന്നൊക്കെ രീതിയിൽ പല സ്ഥലങ്ങളിലും പ്രതിഷ്ഠകളുണ്ട്. പ്രതിഷ്ഠ ഇല്ലാതെ ആളിൽ മാത്രമായിട്ട് സങ്കല്പമുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അവിടങ്ങളിൽ നമുക്ക് പോയിട്ട് പ്രാർത്ഥിച്ചാൽ, ഈ അഷ്ടമിയുടെ അന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കാര്യം സാധിക്കും. തീർച്ചയാണ്, അതിൽ സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഈ അഷ്ടമിക്കാണ് അവർ പുറത്തിറങ്ങുന്നത് എന്ന് വെച്ചിട്ട് നമ്മൾ അന്ന് ധ്യാനിച്ചിരിക്കുകയാണെന്നും മെനക്കെടരുത്. ധ്യാനിച്ച് യക്ഷി വരുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യരുത്. അത് അപകടപ്പെടും. കാരണം അത് വരും, പൂർണ്ണമായിട്ടും യക്ഷികൾ വരും എന്നുള്ള 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുക, യക്ഷിയമ്മ എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക, എനിക്കിത് സാധിച്ചു തരണേ ദേവി അല്ലെങ്കിൽ യക്ഷിയമ്മേ എന്ന് നമുക്ക് പറയാം. അല്ലാതെ നമ്മൾ അനാവശ്യമായിട്ട് യക്ഷി അങ്ങനെ ഒരു സങ്കല്പമില്ല, വരുമോ വരില്ല എന്നൊക്കെ നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടി മെനക്കെടരുത്. അത് നമുക്ക് ആപത്തുകൾ ഉണ്ടാക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ശരിക്കും വരുന്ന ഒരാൾക്കാരാണ്. പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ശരീരമാണ്. അത് വേഗം എളുപ്പത്തിൽ എടുത്തിട്ട് അവർ വരാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥന. ആ ദിവസം നമ്മൾ ദുർഗാഷ്ടമിക്ക് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ലക്ഷ്മി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം എന്താണോ അത് സാധിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓരോ ദിവസം ഓരോ അമ്മ എന്നുള്ള സങ്കല്പത്തിലാണ് പൂജകൾ വരുന്നത്. അത് തീരെയില്ലെങ്കിലും നമുക്ക് മൊത്തം 5 പൂജയെങ്കിലും ദേവിക്ക് കിട്ടണം. അങ്ങനെയെങ്കിലും നമ്മൾ പൂജ നടത്തണം. പൂജവെപ്പ് തുടങ്ങുന്നത് ഒരു ദിവസം മുമ്പാണ് ഇപ്രാവശ്യം തുടങ്ങുന്നത്. എങ്കിലും നമുക്ക് 5 പൂജയെങ്കിലും മൊത്തമായിട്ട് നമുക്ക് ദേവിക്ക് കിട്ടണം ഈ പുസ്തക പൂജയ്ക്ക്. അങ്ങനെയാണെങ്കിൽ വളരെ വിശേഷം. 5ാമത്തെ പൂജ ദേവി സരസ്വതിക്കാണ്. അന്ന് എല്ലാവരും വിദ്യാരംഭം കുറിക്കുക മാത്രം പോരാ. അന്ന് പുസ്തകം പൂജയ്ക്ക് വെച്ച കുട്ടികൾ ആ പുസ്തകം അവിടെ നിന്ന് തന്നെ എടുത്ത് പൊട്ടിച്ച് വായിച്ചതിന് ശേഷം പുറത്തേക്ക് പോവുക. ഈ ചെറിയ കുട്ടികൾക്ക് മാത്രമേ ഈ എഴുത്തിന് എഴുതാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് ആർക്കും വേണമെങ്കിലും എഴുതാം. ഇപ്പോൾ തമിഴായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോലും അവർക്ക് മലയാളത്തിൽ എഴുതി പഠിക്കാവുന്ന ഒരു സന്ദർഭമാണ് ഈ വിജയദശമി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു അറിവ് നിങ്ങളെല്ലാവർക്കും പകർന്നു കൊടുക്കുക, അതുപോലെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നവരാത്രി ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.